തൃശൂർ മറ്റത്തൂരിൽ ബി.ജെ.പി. പിന്തുണയോടെ വൈസ് പ്രസിഡന്റായ നൂർജഹാൻ രാജിവെച്ചു. കെ.പി.സി.സി നിർദ്ദേശപ്രകാരമാണ് രാജി. പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും രാജിവെപ്പിച്ച് നാണക്കേട് മാറ്റാനാണ് കോൺഗ്രസിന്റെ ശ്രമം. സാരംഗ് ചേരുന്നു. സാരംഗ്, നൂർജഹാനെ രാജിവെപ്പിച്ചു, പക്ഷേ പ്രസിഡന്റിനെ രാജിവെപ്പിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല. തീർച്ചയായും ഷമി, ഈ മറ്റത്തൂരിലെ ബി.ജെ.പി. അവിശുദ്ധ കൂട്ടുകെട്ടിനെ തുടർന്ന് ബി.ജെ.പിയുടെ പിന്തുണയോടെ അധികാരത്തിലേറിയ വൈസ് പ്രസിഡന്റ് നൂർജഹാൻ അല്പം സമയം മുൻപ് രാജി സമർപ്പിച്ചിരിക്കുകയാണ്. അത് കെ.പി.സി.സി രാഷ്ട്രീയകാര്യ സമിതി അംഗം റോജി എം ജോൺ എം.എൽ.എയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി വിപുലമായ ചർച്ചകൾ തന്നെ നടന്നിരുന്നു. ഈ ചർച്ചകളുടെ ഭാഗമായിട്ട് കെ.പി.സി.സിയുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് നിലവിൽ നൂർജഹാൻ രാജിവെച്ചിട്ടുള്ളത്. എന്തായാലും ഈ ദേശീയ തലത്തിലടക്കം വലിയ ചർച്ചയായി. മറ്റത്തൂരിലെ നാണക്കേട് മറയ്ക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് രണ്ട് നേതൃത്വവും, അതായത് DCCയും അതുപോലെ തന്നെ കെ.പി.സി.സിയും മുന്നോട്ട് വെച്ചിരുന്ന പ്രധാന നിർദ്ദേശം ഈ രണ്ടംഗങ്ങളെയും ബി.ജെ.പിയുടെ പിന്തുണയോടെ പ്രസിഡന്റും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റും ആയ രണ്ടംഗങ്ങളെയും രാജിവെപ്പിച്ച് നാണക്കേടിൽ നിന്ന് ഏതുവിധേനയും മറികടക്കുക എന്നായിരുന്നു. അതുപോലെ തന്നെ ഈ മാധ്യമ ചർച്ചകളിൽ നിന്നെല്ലാം ഈ വിഷയത്തെ മാറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരുന്നു കോൺഗ്രസ് നടത്തിയിരുന്നത്. എന്നാൽ അതിനിടയിലാണ് ഈ ടെസി ജോസ്, ബി.ജെ.പി. പിന്തുണയോടെ പ്രസിഡന്റായിട്ടുള്ള ടെസി ജോസ് യാതൊരു കാരണവശാലും രാജിക്ക് തയ്യാറല്ല എന്ന് സൂചിപ്പിച്ചത്. താൻ വിമതയായി മത്സരിച്ച വ്യക്തിയാണ്. അത്തരത്തിൽ വിമതയായി കൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റായതും. അതുകൊണ്ട് തന്നെ തൻ്റെ രാജിക്ക് തയ്യാറല്ല എന്നുമാണ് ഈ നേതൃത്വങ്ങളെ ടെസി ജോസ് അറിയിച്ചത്. അതേസമയം DCCയുടെയും കെ.പി.സി.സിയുടെയും മറ്റൊരു പദ്ധതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു. അതായത് ഈ അവിശുദ്ധ പ്രമേയത്തിലൂടെ കോൺഗ്രസ് ബി.ജെ.പി. സഖ്യം തുടരുകയാണ്. വൈസ് പ്രസിഡന്റിനെ രാജിവെപ്പിച്ചു, പക്ഷേ പ്രസിഡന്റ് ഇപ്പോഴും അധികാരത്തിൽ തുടരുന്നു. സാരംഗാണ് വിശദാംശങ്ങൾ നൽകിയത്.